ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സ്മോളി സ്പെഷ്യൽ കുക്കിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്ന ഒരു പ്ലം കേക്കാണ്. ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം തന്നെയാണ് പ്ലം കേക്ക്. എല്ലാവർക്കും വളരെ ഇഷ്ടം, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് പ്ലം കേക്ക്. ഞാൻ ക്രിസ്മസിന് എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ള ഐറ്റം തന്നെയാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കിക്കളയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്ലം കേക്കാണ്. പ്ലം കേക്കിന് നമ്മളിപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും റമ്മിനകത്തൊന്നും സോക്ക് ചെയ്യാതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ ഒരു 500 ഗ്രാമാണ് നമ്മൾ മൈദ, അതായത് ഓൾമോസ്റ്റ് ഒരു 3 കേക്കിനുള്ളതാണ് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം 500 ഗ്രാം മൈദയിലാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 500 ഗ്രാം മൈദ എടുത്തുകൊണ്ട് നമ്മളിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റേസിൻ എടുത്തിട്ടുണ്ട്. റേസിൻ നമ്മളൊരു 200 ഗ്രാം ഉണ്ട്. ഒരു 100 ഗ്രാം കറണ്ട് ഉണ്ട്, അതാണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി 200 ഗ്രാം, അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂനട്ടും ബദാമും എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സ് ഒരു 250 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ 500 ഗ്രാം, അതായത് 1/2 കിലോ മൈദയാണ് എടുത്തത്. 1/2 കിലോ മൈദയ്ക്ക് നമ്മളിവിടെ 1/2 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, സെയിം എമൗണ്ട് പഞ്ചസാര. അപ്പം 300 ഗ്രാം നമ്മളിവിടെ ആദ്യം ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്യും. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ഷുഗർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷുഗർ പൗഡറും ഇടും. ഷുഗർ പൗഡർ ഞാനൊരു 200 ഗ്രാം, ടോട്ടൽ 500 ആണല്ലോ, അതിൽ 200 ഗ്രാം ഞാൻ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇത് കറുവാപ്പട്ട ഈ ഇതേ സൈസിൽ ഒരു 3 എടുത്തിട്ടുണ്ട്. 500, അതായത് 1/2 കിലോയ്ക്കുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ജാതിക്ക ഒരു 1/4 എടുത്തിരിക്കുന്നത്. 1/4 ഒരു ജാതിക്കയുടെ 1/4. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ 6 എടുത്തിട്ടുണ്ട്. 3 ഏലക്ക. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഗരം മസാലയുടെ ഐറ്റംസ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി, ഓരോ ഓറഞ്ചിൻ്റെ സ്കിന്ന് നമ്മൾ ഇതുപോലെ ഒട്ടും അതിന് വൈറ്റ് ഉണ്ടാകരുത്, ബിൽക്കുൽ സ്കിന്നായിരിക്കണം. ആ പുറത്തെ സ്കിന്ന് വളരെ സൂക്ഷിച്ചും അതിൽ അകത്തുള്ള ആ വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കയ്പുണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ ആ സ്കിന്ന് മാത്രം കട്ട് ചെയ്തെടുക്കും, ഒരു ഓറഞ്ചിൻ്റെ സ്കിന്ന്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ അതിനകത്ത് ഇതെല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് നമ്മൾ അതിനകത്ത് ബോയിൽ ചെയ്തെടുക്കും. ഈ കാഷ്യൂനട്ടും ബദാം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇതിനകത്തൊന്ന് ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കും. അന്നേരം ഇതിനകത്തുള്ള സോക്കായി നല്ലൊരു ടേസ്റ്റ് വരും, പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ആദ്യത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്, പിന്നെ ഇത് ബട്ടർ വേണ്ടവർ ഫുള്ളി ബട്ടറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഓയിലുണ്ടാക്കാം. ഞാനിവിടെ ഈ 1/2 കിലോ മൈദയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിന് പ്രത്യേകിച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ബട്ടർ കൂടുതൽ വേണ്ട, ഞാൻ ബട്ടർ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ 300 ഗ്രാം വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ ബട്ടർ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മളിവിടെ ഓറഞ്ച് ജ്യൂസ് ഞാൻ പറഞ്ഞില്ല, 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോകും. അത് നമ്മൾ ചെയ്തെടുക്കും. 10 മിനിറ്റ് ബോയിൽ ചെയ്യണം നമുക്ക്. ഇത് നമ്മളത്തേക്ക് എല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇടാൻ. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വാഷ് ചെയ്തതാണ്. നമ്മളിടാൻ പോകുന്ന ഡേറ്റ്സ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും വെള്ളത്തിനകത്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് കിട്ടും. നമ്മൾ ഇച്ചിരി ഒരു വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ്. നന്നായിട്ട് ഇത് ബോയിലായി വരുമ്പോഴത്തേന് ഇതിനകത്ത് വന്നോളും മൊത്തം.
ഒരു 10 മിനിറ്റ്സ് ബോയിൽ ചെയ്ത് നന്നിട്ട് കൂൾ ചെയ്തിട്ടാണ് നമ്മളിത് കേക്കിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയും അതെല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. പിന്നെ ബട്ടറും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് കേക്ക് ഹാർഡായി പോവും. അപ്പം ഇതിവിടെ ബോയിൽ ആകുമ്പോഴത്തേനും നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് നമ്മൾ ഈ 300 ഗ്രാം ഷുഗർ നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ പോവാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, തന്നെ ഉരുകിക്കോളും. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഇളക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. തന്നെ ക്യാരമലൈസ് ആയി ഉരുകി വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഇളക്കിയാൽ മതി. ഇപ്പം ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതേപോലെ സെയിം ടൈമിൽ ഇവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ബോയിലായിട്ട് വരുന്നുണ്ട്. ഓറഞ്ചിന് ജ്യൂസ് എടുത്തിട്ട് നമ്മളതിൽ കുരുവൊന്നും ഉണ്ടാകരുത്. നമ്മളൊരു അരിപ്പയിൽ അതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ. ഇതിന് പകരം വേണമെങ്കിൽ ഇതിൻ്റെ എസൻസ് കിട്ടും. എസൻസ് വേണമെങ്കിൽ എസൻസ് ഉപയോഗിക്കാം. നമ്മളിപ്പം നാച്ചുറൽ വേയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ ക്യാരമലൈസ് ആയിട്ട് വരുന്നുണ്ടോ? നമ്മൾ ഒന്നും ഇളക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇളക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ക്യാരമലൈസ് ആയിട്ട് വരുന്നുള്ളൂ. തന്നെത്താൻ ആയിക്കോളും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇളക്കി കഴിഞ്ഞ് ഇതുപോലെ സ്പൂണിലോട്ട് പിടിക്കും. അതുകൊണ്ടൊന്നും ചെയ്യേണ്ട, തന്നെ ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് കംപ്ലീറ്റ് അതിൻ്റെ വെള്ളം, അതിൻ്റെ ആ ഓറഞ്ച് ജ്യൂസ് എല്ലാം അതിനകത്ത് സോക്കായി. ഇനിയിപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെക്കണം. കൂളായിട്ട്, നന്നായിട്ട് കൂളായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇത് ഇപ്പം ഇങ്ങനെ നമ്മുടെ ഷുഗർ ക്യാരമലൈസ് ആയി കംപ്ലീറ്റ് മെൽറ്റായി ഇങ്ങനെ പത പൊങ്ങി വരുമ്പം ഇതിലേക്ക് നമ്മൾ 300 ഗ്രാം എടുത്തെങ്കിൽ അതിലേക്ക് 150 പുറകോട്ട് മാറി നിന്നോണം. ഇച്ചിരി ദൂരോട്ട് മാറി നിന്നിട്ട് ഇതിലേക്ക് ഒരു 150 ml വെള്ളം ഒഴിക്കുക. മേത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുടച്ചിട്ട് മാറി നിൽക്കുക. അല്ലെങ്കിൽ ഗ്യാസ് ഞാനിപ്പോൾ സിമ്മി വെച്ചു. സിമ്മി വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ഞാനിവിടെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസി കിട്ടണം. ഇതാണ് ഇതിൻ്റെ. അല്ലെങ്കിൽ ഒത്തിരി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ കട്ടയായി പോകും. ഇനി ഞാനിവിടെ ആ ഷുഗർ നമ്മൾ പൗഡർ ചെയ്യാനായിട്ട് 200 ഗ്രാം എടുത്ത് വെച്ചിരുന്നത്. 200 ഗ്രാം ഷുഗറും പിന്നെ ഗരം മസാല ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ നമ്മൾ ഇട്ടിരുന്ന് ഞാൻ കാണിച്ചല്ലോ. ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ എല്ലാം കൂടെ പൊടിച്ചതാണിത്. അത് നമ്മൾ ഈ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുക. അതിനകത്ത് വല്ല തരി ഉണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ തരി ഉണ്ടാകും. നമ്മളിങ്ങനെ പൊടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൊടിച്ച് വെക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ കല്ല് കടിക്കുന്ന പോലെ കടിക്കും. ഇതിങ്ങനെ അരിച്ചെടുക്കണം. എടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ബട്ടറിനകത്ത് നമ്മൾ 150 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഷുഗർ പൗഡർ. ഇനി നമ്മൾ ഹാൻഡ് ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ടോ എന്നെങ്കിലും എഗ് ബീറ്റർ കൊണ്ടോ എന്നെങ്കിലും കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ബാക്കിയുള്ള 3 മുട്ടയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓരോന്ന് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊക്കോ പൗഡർ അതും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. എല്ലാത്തിനും ഇങ്ങനെ കട്ട പിടിച്ച് ചിലപ്പം കാണും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. കട്ടയൊട്ടും ഉണ്ടാകാൻ പാടില്ല. നമ്മളിത് ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊട്ടും കംപ്ലീറ്റ് കട്ട മാറുന്നതിന് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മൈദയാണ് ഇടാൻ പോകുന്നത്. മൈദ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് കുറേശ്ശെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുക.
ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കട്ടയെല്ലാം മാറുന്നിടം വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള മൈദയും കൂടെ ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്യാൻ പോവാണ്. ഷുഗർ കാരമലൈസ് ചെയ്തും കൊണ്ട് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഇതിനകത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ചിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചത് വേവിച്ച് സോക്ക് ചെയ്ത് വെച്ചത് അത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇടാൻ. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓവർ വെള്ളമായി പോകരുത്. ഇത് കറക്റ്റാണ്. ഇപ്പം പ്ലം കേക്കിന് ഇച്ചിരി ഡ്രൈ ആയിട്ട് ഒത്തിരി ഓവർ വെള്ളം നീട്ടത്തില്ല. ഇതേ രീതിയിലായിരിക്കണം പ്ലം കേക്കിന്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂനട്ട് ആൻഡ് ബദാം ആഡ് ചെയ്യുക. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒത്തിരി ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ സ്കിന്നെടുത്ത് വെച്ചിരുന്നത് അതും കൂടെ ആഡ് ചെയ്തു ലാസ്റ്റിൽ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതിനകത്തെ വൈറ്റ് പാർട്ട് ഒട്ടും ഉണ്ടാകും. ജസ്റ്റ് സ്കിന്ന് ഓറഞ്ച് കളറ് ജസ്റ്റ് ഒരു സ്കിന്ന് മുകളിലത്തെ അത് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ മിക്സ് കംപ്ലീറ്റ്ലി റെഡിയായി. നമുക്ക് പാൻ എടുത്തിട്ട് അതിലിടാം, മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന 3 ടിന്നാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. പാത്രത്തിൽ ഞാൻ ബട്ടർ തേച്ച് ബട്ടർ പേപ്പർ കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മളിങ്ങനെ ഓരോ ഷേപ്പിലും ഈ പാത്രം തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ആദ്യം അടിയിലത്ത്, അതിന് ശേഷം പിന്നെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. കട്ട് ചെയ്തിട്ട് ബട്ടർ ആദ്യം അത് തേച്ചിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടിയിരുന്നോളൂ. ഇനി നമ്മൾ ഓരോ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നിറച്ചിടരുത്, പകുതി ഇടാവുള്ളൂ. ഇത് വെന്ത് വരുമ്പോഴത്തേന് ഒത്തിരി മുകളിലോട്ട് പൊങ്ങി വരും. അതുപോലെ തന്നെ ഇങ്ങനത്തെ വലിയ പാത്രത്തിൽ കൂടുതൽ ഒത്തിരി ഇടരുത്, വെന്ത് വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതുപോലെ 3 പാത്രത്തിലും ഇതേപോലെ ചെയ്യുക. അപ്പം ഇത് നമ്മുടെ 3 കേക്കിനുള്ള ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇത്രയും ഹാഫ് മുകളിൽ പോകരുത്, ഹാഫ് താഴെ എപ്പോഴും ഒഴിക്കാവുള്ളൂ. കാരണം ഇത് ഡബിളായിട്ട് വരും വെന്ത് വരുമ്പോൾ. അപ്പം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് എടുത്ത് 2 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കുക. അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പം പിന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രേപ്സ്, റേസിൻസോ കാഷ്യൂനട്ടോ എന്തെങ്കിലും വേണമെന്ന് വെച്ച് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് കൂടെ ചെയ്യുവാണെങ്കിൽ അത് ആയി വരുമ്പോഴത്തേനും നല്ല വെന്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ കുക്കർ 10 മിനിറ്റായിട്ട് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഉപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് കുക്കറിൻ്റെ നമ്മൾ വാഷ് എടുത്ത് മാറ്റിയിട്ട് വിസിൽ അതിൻ്റെ വെയിറ്റും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അടയ്ക്കുക. ഇനി അടുത്ത് നമ്മളൊരു ചീനിച്ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. ഒരു കടായിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ മുകളിലൊരു പ്ലേറ്റ് കൂടെ വെച്ച്, നിരപ്പായിട്ടുള്ള പ്ലേറ്റ് വെച്ച്, അതിന് ശേഷം നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അടപ്പുകൊണ്ട് അടച്ച് വെക്കുക. ഇത് നല്ലതായിട്ട് ഫിറ്റായിട്ട് അടയുന്നതായിരിക്കണം. അപ്പോൾ അത് വെച്ചു. ഇനി അടുത്ത് നമ്മൾ അതും കുക്കറിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് വെക്കുക. സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കേക്ക് എടുത്ത് വെക്കുക. കേക്ക് ടിന്നെടുത്ത് വെക്കുക. സൂക്ഷിച്ച് വേണം, നല്ല പ്രീ ഹീറ്റായിട്ട് നല്ല ചൂടായി കിടക്കുന്നതാണ്. നമ്മളതുപോലെ തന്നെ വാഷ് എടുത്ത് മാറ്റി വെയിറ്റും എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇനിയിപ്പം നമ്മളൊരു 5 മിനിറ്റ് ഫുള്ള് ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം ബിൽക്കുൽ സിമ്മിലേ വെക്കാവുള്ളൂ. ഇത് തീരെ കുറഞ്ഞ തീയിൽ വേണം വേകാൻ. ഇപ്പോൾ ഓൾറെഡി പ്രീ ഹീറ്റ് ആണ്, ഞാൻ അതുകൊണ്ട് 5 മിനിറ്റ് വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തീ കുറച്ചു. 10 മിനിറ്റ് ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതാണ്. നന്നായിട്ട് ഫുള്ളിൽ ഫ്രീ ഹീറ്റ് ആയിട്ടിരിക്കുന്ന പാത്രമാണ്. അപ്പം ഇനി നമ്മൾ ഒരു 30 to 35 മിനിറ്റ്സ് സിമ്മിൽ വേവിക്കണം. 30 to 35 മിനിറ്റ്സ് വേവുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് പിന്നെ നോക്കുക. ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തൊരു നൈഫോ എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടത് കുത്തി നോക്കുമ്പോൾ അത് ബിൽക്കുൽ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ വെന്തെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്നവർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 160 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പം നമ്മുടെ പ്ലം കേക്കുകൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതിന് ഓരോ കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്തു. ഇത് വലിയ കേക്കായതുകൊണ്ട് ഇതിന് ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുത്തു വേവാനായിട്ട്, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ മിഡിലിട്ട് നോക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വെന്തെന്നുള്ളതാണ്. അപ്പം എല്ലാത്തിനും ഇതൊരു നമ്മൾ 40 മിനിറ്റ്സ് എടുത്തു, 45 മിനിറ്റ്സ്, ഇത് 1 അവർ എടുത്തു. കാരണം ഇത് ഇത്രയും ബാറ്റർ കൂടുതലുള്ളതുകൊണ്ട് ഇത്രയും വെന്ത് വരാനായിട്ട് സമയമെടുത്തു. അപ്പം നമ്മുടെ കേക്കുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇപ്പം നല്ല ചൂടാണ്. ഇനി നമ്മൾ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് ഞാൻ ഇത് ഒരെണ്ണം പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തു. ഇത് കണ്ടോ, ഇതെല്ലാം അടിയെല്ലാം നല്ല കറക്റ്റായിട്ട് കൃത്യമായിട്ട് അത് ഒരു ശകലം പോലും ഇത് ഒന്നും പറ്റിയിട്ടില്ല. ഇതുണ്ട് നല്ല പ്രോപ്പർ കളറിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത കേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതും കറക്റ്റായിട്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക. വേറെ പ്ലേറ്റ് എടുത്ത് ഇതിലേക്ക് നമ്മുടെ കേക്ക്. ഇപ്പം നമ്മുടെ 2 കേക്ക് റെഡിയായി. ഒരെണ്ണം നല്ല ചൂടാണ്, അത് പിന്നെ നമുക്ക് മാറ്റി കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രോപ്പർ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ കട്ടും കൂടി ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് നല്ല ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ ചൂടാറിയിട്ട് ഒരു 2 ദിവസം വെച്ചിട്ട് കട്ട് ചെയ്യാവുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ ടേസ്റ്റി, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതുണ്ട് നമ്മുടെ ഇതിനകത്ത് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്തില്ല. അത് ഞാൻ മറന്നുപോയതല്ല, അത് അവോയ്ഡ് ചെയ്തതാണ്. അത് ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി. പിന്നെ വാനില എസൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ല ഫ്ലേവർ കിട്ടും. ഞാനിപ്പം അത് ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കഴിച്ചു നോക്കി, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഫ്ലേവറും അതേ ടെസ്റ്റും എല്ലാവരും ഇതുണ്ടാക്കും. എത്ര സോഫ്റ്റാണെന്ന് അറിയാം. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് സ്പോഞ്ചി
ഇതുകൊണ്ട് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക്. വളരെ ടേസ്റ്റി, മധുരമെല്ലാം വളരെ കറക്റ്റാണ്, ഒട്ടും കൂടുതലില്ല കുറവുമില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി അടുത്ത കേക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.